ബിശ്റുൽ ആഫി തങ്ങൾ പറയുന്നു മത്തഖല്ലാഹ മൻ അഹബ്ബ ശുഹ്റാ. ദുനിയാവിൽ വലിയ കേളി ആഗ്രഹിക്കുന്നവരുണ്ടോ, നാളുകൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ മോഹിക്കുന്നവരുണ്ടോ, അവർക്ക് അല്ലാഹുവിനോടുള്ള തഖ്വ കിട്ടൂല. അവർ യഥാർത്ഥ മുത്തഖിയല്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് എല്ലാ രംഗങ്ങളിലും പ്രശസ്തി ആഗ്രഹിക്കുന്ന കാലഘട്ടമല്ലേ? സ്വതക്ക കൊടുക്കുമ്പോൾ പത്രത്തിൽ ഫോട്ടോ വരണമെന്ന് ചിന്തിക്കുകയാണ്. ആലിമീങ്ങൾക്കിടയിൽ മൈക്കിലൂടെ എൻ്റെ പേര് വിളിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പുതിയ കാലത്ത് സ്വതക്ക കൊടുക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ചെന്ന് അതാ സുജൂദിൽ കിടക്കുമ്പോൾ പോലും ജനങ്ങൾ കാണട്ടെ, നാട്ടുകാര് ഞാൻ നല്ലവനാണെന്ന് പറയട്ടെ, എന്നെ കുറിച്ച് എന്റെ സഹോദരന്മാരെ സഹോദരിമാർ നല്ലത് പറയട്ടെ എന്ന് ചിന്തിക്കുന്ന കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ബിശ്റുൽ ആഫി തങ്ങൾ പറയുന്നു ലഖദ് ശഹറനി റബ്ബി ഫിദ്ദുനിയാ. ദുനിയാവിൽ അല്ലാഹു എന്നെ പ്രസിദ്ധപ്പെടുത്തിയല്ലോ. ഫലൈതഹു ലാ യഫ്ലഹുനി ഫിൽ ഖിയാമ. ആഖിറത്തിലെത്തുമ്പോൾ എന്നെ പടച്ച റബ്ബ് വഷളാക്കാതിരിക്കട്ടെ. ആരാണ് സുഹൃത്തുക്കളെ പറയുന്നത്? ഹിജറ 227 റബീഉൽ അവ്വൽ വെള്ളിയാഴ്ചയിൽ വഫാത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് അല്ലാഹു ഉയർത്തിയ വലിയ മഹാനാണ്. ആഖിറു സമാനിലെ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ ആൾക്കാർക്കിടയിൽ അറിയപ്പെടരുത് എന്ന് ആഗ്രഹിച്ചവരാണ് കഴിഞ്ഞുപോയ മഹാന്മാർ. ഇന്ന് സ്റ്റേജിലേക്ക് ഉസ്താദ് വരുമ്പോ സദസ്സിലുള്ള മുത്തുമൂമിനീങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ഉസ്താദിന് ദേഷ്യം പിടിക്കുന്ന കാലഘട്ടമാണ്. കൈപിടിച്ചിട്ട് മൊത്തിയിട്ടില്ലെങ്കിൽ ആ മൊത്താത്ത ആളുകളോട് സ്നേഹമില്ലാതെ പോകുന്ന കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്. മുഖത്തു നോക്കിയിട്ട് മദ്ഹ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. മഅദല്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിശ്റുൽ ആഫി തങ്ങൾ പറയുന്നു ദുനിയാവിൽ എൻ്റെ റബ്ബ് എന്നെ പ്രസിദ്ധപ്പെടുത്തി. നാളെ ആഖിറത്തിലെത്തുമ്പോ റബ്ബ് എന്നെ വഷളാക്കാതിരിക്കട്ടെ. ആരാണ്? ബിശ്റുൽ ആഫി പറയുന്നു റുബ്ബമാ റഫഅതു യദീ ഫിദ്ദുആഇ ഫറുദ്ദഹാ. റബ്ബിലേക്ക് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുമ്പോ പെട്ടെന്ന് ഞാൻ എൻ്റെ കൈകളെ തിരിച്ചെടുക്കാറുണ്ട്. ഞാൻ ആ സമയത്ത് ചിന്തിക്കും ഇന്നമായ ലോകരക്ഷിതാവായ റബ്ബിങ്കലിൽ സ്ഥാനമുള്ളവർക്കല്ലേ അവന്റെ മുമ്പിലേക്ക് കൈനീട്ടാൻ യോഗ്യതയുള്ളൂ. റബ്ബിങ്കലിൽ എനിക്കൊരു സ്ഥാനവുമില്ലല്ലോ, പിന്നെ ഞാൻ അവനിലേക്ക് കൈനീട്ടാൻ പാടില്ലല്ലോ. മഹാന്മാരുടെ ചിന്തയാണ്. ആ മഹാന്മാരിൽ നിന്ന് നമ്മൾ വളരെ പിറകിലല്ലേ. ബിശ്റുൽ ആഫി തങ്ങൾ പറയുന്നു ലൈസ മിനൽ മുറൂഅ
ഓ മനുഷ്യ, സൂക്ഷ്മതയിൽപ്പെട്ടതല്ല. അൻ തുഹിബ്ബ മാ യുബ്ഗിദു ഹബീബക്, നീ ഇഷ്ടപ്പെടുന്ന റബ്ബിനെ വെറുപ്പിക്കുന്നതിനെ, റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളെ നീ ഇഷ്ടപ്പെടുന്നത് ശരിയല്ല. യഅനി അന്ന ദുനിയാ ബഗീലത്തുല്ലാഹ്, അല്ലാഹ്ക്ക് വലിയ വെറുപ്പുള്ള ദേഷ്യമുള്ള വസ്തുവാണ് ദുനിയാവ്. ഫലാ തുഹിബ്ബുഹാ ഇൻ കുന്ത തുഹിബ്ബുല്ലാഹ്, നിന്റെ ഖൽബിൽ യജമാനനായ റബ്ബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദുനിയാവിനെ നീ പ്രിയം വെക്കല്ലേ. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, ദുനിയാവ് വാരിക്കോരി കൂട്ടാനുള്ള ഓട്ടത്തിലല്ലേ നമ്മളെല്ലാവരും ഉള്ളത് സഹോദരന്മാരെ. എന്നാൽ ദുനിയാവ് മഹാന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ലാത്തതാണ്. അദ്ദുനിയാ ജീഫത്തുൻ വതുല്ലാബുഹാ കിലാബുഹാ, ദുനിയാവ് ശവമാണ്. ആ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവനുണ്ടോ? ശവത്തിന്റെ പിന്നാലെ പോകുന്ന നായയാണ് അവൻ കേട്ടോ. നമുക്ക് നമ്മുടെ ഖൽബിൽ ആഖിറമാണോ താല്പര്യമുള്ളത്, ദുനിയാവാണോ? ഒരു പരിശോധന നടത്തിയാൽ നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് സ്വന്തമായി മനസ്സിലാക്കാമല്ലോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്, ആത്മീയമായ ചിന്തകൾ വരാനാണ് ഞാൻ ബിശ്റുല്ലാഫി തങ്ങളിൽ നിന്ന് തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് മരണത്തിലേക്ക് വരാം, നമുക്ക് ഖബറിലേക്ക് പോകാം. നമുക്ക് ഈ മജ്ലിസിൽ വെച്ച് റമളാൻ വരുന്നതിന് മുമ്പ് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കിയിട്ട് തൗബ ചെയ്ത് പിരിയാം. അല്ലാഹു ഖബൂലുള്ള ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുന്നു, യകൂനുർ റജുലു മുറായിയൻ ഫീ ഹയാതി, ചില മനുഷ്യന്മാര് അവരെ ജീവിതകാലത്ത് ലോകമാന്യന്മാരാണ്, ലോകമാനമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവര് കാണാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട്. നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും ദീനീ പ്രവർത്തനങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള ദീനീ ഖിദ്മത്തുകളാണെങ്കിലും പലരുടെയും മനസ്സിൽ അവൻ ഞാൻ ചെയ്യുന്നത് കാണട്ടെ, എന്നെ കുറിച്ച് അവര് പുകഴ്ത്തി പറയട്ടെ, എന്നെ കുറിച്ച് നല്ലവനാണെന്ന് അവർ വിചാരിക്കട്ടെ. ജീവിതകാലത്ത് ഇങ്ങനെ റിയാ ഉള്ള മനുഷ്യന്മാരുണ്ട്. വമുറായിയൻ ബഅദ മൗതിഹി, ഒരു മനുഷ്യന്റെ വല്ലാത്ത അശ്ലീലത്തെക്കുറിച്ച്, മോശമായ അവസ്ഥയെക്കുറിച്ച് ബിശ്റുൽ ഹാഫി തങ്ങൾ പറയാണ്. മരിച്ചതിന്റെ ശേഷവും റിയാ ഉള്ള മനുഷ്യന്മാരുണ്ട്. മരണത്തിന്റെ ശേഷവും ലോകമാന്യത്തോടെ മരിച്ചു കിടക്കുന്നവരുണ്ട്. ബിശ്റുൽ ഹാഫി തങ്ങളോട് ചോദിക്കപ്പെട്ടു, കൈഫ യകൂനു മുറായിയൻ ബഅദ മൗതിഹി, ഒരാള് മരിച്ചതിന് ശേഷം എങ്ങനെയാണ് അയാൾക്ക് ലോകമാന്യം സംഭവിക്കുന്നത്? ബിശ്റുൽ ഹാഫി തങ്ങളെ മറുപടി, യുഹിബ്ബു അൻ യക്തുറൻ നാസു അലാ ജനാസതിഹി, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കാണാൻ 10,000 എൻ്റെ വീട്ടിലെത്തിച്ചേരട്ടെ.
ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പള്ളിയിലെ മെഹ്റാബിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ 10,000 ജനങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരട്ടെ. എൻ്റെ നാട്ടിലെ പ്രവിശാലമായ സൗകര്യമുള്ള ജമാഅത്ത് പള്ളി നിറഞ്ഞു കവിയട്ടെ. ഞാൻ മരിച്ച ദിവസം എൻ്റെ നാട്ടിലേക്ക് ജനപ്രവാഹം ഒഴുകിയെത്തട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? മരിച്ചതിന്റെ ശേഷവും ലോകമാന്യമുള്ളവരാണവരെന്ന് ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി കാര്യം ഒത്തിരി ഗൗരവമുള്ളതാണ്. ഖൽബ് നന്നാക്കാൻ, ആഖിറം ചിന്തിക്കാൻ ബിശ്റുൽ ഹാഫി തങ്ങളുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണേ.